ഓക്കെ, ഇന്ന് നമുക്ക് സ്കെയിൽ ഡെവലപ്മെന്റ് ആണ്. ഇന്നലെ എന്താണ് സ്കെയില് നോക്കി. അപ്പൊ ഞാൻ സ്കെയിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അതൊരു വലിയൊരു പ്രോസസ്സാണ് കേട്ടോ സ്കെയിൽ ഡെവലപ്മെന്റ്. അതിൽ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്കെയിൽ ഡെവലപ്മെന്റ് വെച്ച ക്വസ്റ്റ്യൻ ഡെവലപ്മെന്റ്, ക്വസ്റ്റ്യനർ ഡെവലപ്മെന്റ്. ക്വസ്റ്റ്യനർ ഡെവലപ്മെന്റ് നമ്മൾക്ക് മറ്റൊരു പോർഷനിൽ വരുന്നുണ്ട്. ഇപ്പോ ആ ക്വസ്റ്റ്യനർ ഡെവലപ്മെന്റ് അല്ല ഉദ്ദേശിക്കുന്നത്, സ്കെയിൽ ഡെവലപ്മെന്റ്. ആ ക്വസ്റ്റ്യനർ ഡെവലപ്മെന്റ് വീഡിയോസും കൂടി ഇതിന്റെ കൂടെ കേൾക്കേണ്ടതാണ്, എങ്കിലും അതിൽ ഐഡിയ കിട്ടുള്ളൂ. അപ്പൊ ഈ സ്കെയിൽ ഡെവലപ്മെന്റ് വെച്ച് നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ കൺസ്ട്രക്റ്റുകൾ ഏതൊക്കെയാണെന്ന കാര്യം ഡിഫൈൻ ചെയ്യണം. ഇപ്പോ നമ്മൾ ഏതൊക്കെ കൺസ്ട്രക്റ്റ് ആണ് നമ്മൾ മെഷർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഏതൊക്കെ തിയററ്റിക്കൽ കൺസ്ട്രക്റ്റ് ആണ് മെഷർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആ കൺസ്ട്രക്റ്റിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സബ് കോമ്പോണൻസ് അതൊക്കെ നമ്മൾ തീരുമാനിക്കുക. അതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് കേട്ടോ. അപ്പൊ കൺസ്ട്രക്ട് എന്ന് വെച്ചാൽ ആറ്റിറ്റ്യൂഡോ, പേഴ്സണാലിറ്റി ട്രൈറ്റ്സോ, സാറ്റിസ്ഫാക്ഷൻ ലെവലോ, അങ്ങനെയുള്ള സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സോ ഒക്കെയാണ് കൺസ്ട്രക്റ്റുകൾ. നമ്മൾ ഇപ്പോൾ സ്ട്രക്ചർ മോഡലിലൊക്കെ കണ്ടു 5 കൺസ്ട്രക്റ്റ്, ആ 6 കൺസ്ട്രക്റ്റ്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ കൺസ്ട്രക്റ്റ് ഏതാണ്, ആ കൺസ്ട്രക്റ്റിന്റെ ഡയമെൻഷൻസ് അല്ലെങ്കിൽ സബ് കോമ്പോണൻസ് ഏതൊക്കെയാണ് എന്ന കാര്യം തീരുമാനിക്കുക. അടുത്ത് നമ്മൾ ഓരോ കൺസ്ട്രക്റ്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ്, ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇന്നിപ്പോ ക്വസ്റ്റ്യൻ ചോദ്യചിഹ്നം വേണ്ട, ചോദ്യചിഹ്നം ഇല്ലാതെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഈ പുതിയ കാലത്ത് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് ആ കൺസ്ട്രക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഒരുപാട് നമ്മളൊക്കെ ഈ EDP-ലൊക്കെ ഉള്ള പോലെ ആദ്യം ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുക, പിന്നെ അതിന് നമ്മൾ അതിനെ ചുരുക്കി കൊണ്ടുവരിക, അതാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ ആദ്യം ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുക, ഒരു കൺസ്ട്രക്റ്റുമായി ബന്ധപ്പെട്ട് 25 സ്റ്റേറ്റ്മെന്റ് ആക്കി ആ 25 പിന്നെ 5, 7, 8 ആക്കി മാറ്റുന്നത്. അതിലെ ക്ലിയർ ആയിട്ടുള്ള, വളരെ വേർഡിങ്സ് കറക്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഗ്രാമർ കറക്റ്റ് ആയിട്ടുള്ള, സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ടുള്ള ആ രീതിയിലൊക്കെ നോക്കിയിട്ട് വേണം അതിനെ ചുരുക്കി ചുരുക്കി കൊണ്ടുവരാൻ കേട്ടോ. അപ്പൊ അത് എവിടെ നിന്നൊക്കെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് കിട്ടുക? അപ്പൊ ഒരു കൺസ്ട്രക്റ്റുമായി ബന്ധപ്പെട്ട് 25 സ്റ്റേറ്റ്മെന്റ്, അതിനാണ് ലിറ്ററേച്ചർ റിവ്യൂ, അത് വളരെ ഇമ്പോർട്ടൻ്റ്. ലിറ്ററേച്ചർ റിവ്യൂ, പിന്നെ നമ്മുടെ PhD ഗൈഡ്, അതുപോലെയുള്ള സബ്ജക്ട് എക്സ്പേർട്ട്, റിസർച്ചേഴ്സ്, അങ്ങനെയുള്ള സോഴ്സിൽ നിന്നൊക്കെയാണ് ഇത് കിട്ടുക, ഈ ഓരോ കൺസ്ട്രക്റ്റുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ്. അടുത്ത കേസ്, എങ്ങനെയാണ് ഈ സ്റ്റേറ്റ്മെന്റ്സ് മെഷർ ചെയ്യുന്നത്? യെസ് അല്ലെ നോ ക്വസ്റ്റ്യൻസ് വേണോ, ലിക്കഡ് സ്കെയിൽ വേണോ? ഇപ്പൊ ലിക്കഡ് സ്കെയിലിന് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ 5 പോയിന്റ് വേണോ, 7 പോയിന്റ് വേണോ, 9 പോയിന്റ് വേണോ, അത് തീരുമാനിക്കാം. ഇത് കഴിഞ്ഞാലാണ് നമ്മൾ ഈ പൈലറ്റ് സ്റ്റഡിയിലേക്ക് പോകുന്നത്. ഈ പൈലറ്റ് സ്റ്റഡിയിൽ ഏറ്റവും ആദ്യം നമ്മൾ ഈ പൈലറ്റ് സ്റ്റഡിക്ക് മുന്നേ തന്നെ ഫേസ് വാലിഡിറ്റി ചെക്ക് ചെയ്യണം. നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്ങനെ ഫേസ് വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ, ഒരു വീഡിയോ ഉണ്ട്. ആ ഫേസ് വാലിഡിറ്റി കഴിഞ്ഞ അടുത്താണ് കണ്ടന്റ് വാലിഡിറ്റി. ഇത് കഴിഞ്ഞാലാണ് ഈ പൈലറ്റ് സ്റ്റഡി നടത്തുക. നമ്മൾ ഉദ്ദേശിക്കുന്ന റെസ്പോണ്ടൻസിന്റെ 10% ആളുകൾക്ക് ഈ സ്കെയില് ക്വസ്റ്റ്യൻസ് അപ്ലൈ ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുക. എന്നിട്ടാണ് ഇതിന്റെ ബാക്കിയുള്ള വാലിഡിറ്റി, കൺസ്ട്രക്റ്റ് വാലിഡിറ്റി, ക്രൈറ്റീരിയൻ വാലിഡിറ്റി ആൻഡ് സബ്ഡിവിഷൻസ് നമ്മുടെ വീഡിയോയിലുണ്ട്, അത് ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ റിലയബിലിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. അതെല്ലാം ഓക്കെ ആണ് വെച്ചാൽ നമ്മുടെ സാമ്പിൾ സൈസ് എത്രയാണോ ആ സാമ്പിൾ സൈസിന് ഈ ക്വസ്റ്റ്യനെയർ, ഈ സ്കെയില് സപ്ലൈ ചെയ്യുക. നമ്മൾ ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്, ഡാറ്റ കളക്ട് ചെയ്യുക. ആ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് EFA, CFA അതൊക്കെ ചെയ്തിട്ട് ഈ കൺസ്ട്രക്റ്റ് ശരിയാണ് എന്ന കാര്യം എൻഷുർ ചെയ്യുക കേട്ടോ. അപ്പോൾ അവിടെയാണ് ഈ കൺസ്ട്രക്റ്റ് ശരിയാണെന്ന് വരുമ്പോഴാണ് ഈ സ്കെയിലിന്റെ ഒരു ഒപ്റ്റിമൈസേഷൻ വരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സ്കെയിൽ ഡെവലപ്മെന്റിന്റെ ഒരു പോയിന്റ്, ഒരു പ്രോസസ്സ്. അതിലൂടെയാണ് ഈ സ്കെയിൽ ഡെവലപ്മെന്റ് സാധ്യമാകുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു.